ബ്രാഹ്മണരല്ലാത്തവരെയും ശാന്തിമാരായി നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരായ ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി വേണം. ദേവസ്വം ബോർഡ് നടത്തുന്ന മേൽശാന്തി നിയമനം അന്തിമവിധിക്ക് വിധേയമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അഖില കേരള തന്ത്രി സമാജം നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. സായികുമാർ വിവരങ്ങളുമായി. സായി, ഇപ്പോൾ തന്ത്രി സമാജമാണ് കോടതിയെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ കോടതി എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? സ്മൃതി, കോടതി ഇതിലൊരു വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 4 ആഴ്ചക്കകം അതിൽ മറുപടി വേണം എന്നുള്ളതാണ്. ഒരു അന്തിമ വിധിക്ക് ശേഷമായിരിക്കും ദേവസ്വം ബോർഡിന്റെ ഈ ശാന്തി നിയമനത്തിന് ഇനി പ്രാബല്യം ഉണ്ടാവുക എന്നുകൂടി കോടതി പറയുന്നുണ്ട്. അപ്പോൾ പരമോന്നത കോടതിയിലടക്കം ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് തന്ത്രി സമാജം നേരത്തെ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി അത് തള്ളുകയാണ്. അതിനുശേഷമാണ് തന്ത്രി സമാജം സുപ്രീം കോടതിയിൽ പോയത്. ഹൈക്കോടതിയിൽ ഇവർ നിരത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, താന്ത്രിക വിധി പ്രകാരം ഇത് നിലനിൽക്കില്ല. അബ്രാഹ്മണരായ ആളുകൾക്ക് ഇങ്ങനെ ശാന്തി നിയമനം നൽകുന്നത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ശാന്തി നിയമനത്തിലുള്ള യോഗ്യത നിശ്ചയിക്കാൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് യോഗ്യതയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമില്ല എന്നൊക്കെയാണ് തന്ത്രി സമാജം അവിടെ വാദിച്ചത്. ഈ ഹൈക്കോടതി ഇങ്ങനെ അനുമതി നൽകിയ വിധിയിൽ തന്നെ പിഴവുണ്ട് എന്നും താന്ത്രിക സമാജം കോടതിയിൽ വാദിച്ചിരുന്നു. തന്ത്രി പീഠത്തിൽ നിന്ന് വിദ്യ പഠിച്ചവർക്ക് മാത്രമേ നിയമനം നൽകാവൂ എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് തന്ത്രി സമാജം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷെ അത് കോടതി തള്ളുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അവരുടെ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയോ കീഴിൽ പരിശീലിച്ചവർക്കും നിയമനം നൽകാം, അത് അബ്രാഹ്മണർക്കായാലും നിയമനം നൽകാം എന്ന ചരിത്രപ്രസിദ്ധമായൊരു വിധി തന്നെ അന്ന് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും അതിനെ തുടർന്ന് നിരവധി പേർക്ക് ഇത്തരത്തിൽ മേൽശാന്തിമാരായി നിയമനം ലഭിക്കുകയും ചെയ്തു. അത് തടയണം എന്നാവശ്യപ്പെട്ടാണ് തന്ത്രി സമാജം സുപ്രീം കോടതിയിൽ പോയത്. അതാണിപ്പോൾ നോട്ടീസ് നൽകാൻ കോടതി മാറ്റിവെക്കുകയും ചെയ്തത്. സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.